നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മേടക്കൂറുകാർക്ക് ഈ 2026 ഏപ്രിൽ മാസം കഴിഞ്ഞ ചില മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു പോരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുവാൻ പോകുന്ന സമയമാണ്. വിഷുവും പുതുവർഷവും കടന്നു വരുന്ന ഈ ഏപ്രിൽ മാസം ഒരു വശത്ത് ഒരൽപ്പം വിശ്രമമില്ലായ്മ നൽകുമ്പോഴും മറുവശത്ത് നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഏപ്രിൽ 14 ശേഷം സംഭവിക്കുവാൻ പോകുന്ന ആ ഒരു മാറ്റത്തോടെയാണ്. അതെന്താണെന്നും സാമ്പത്തികം, തൊഴിൽ, ബന്ധങ്ങൾ, അതുപോലെ നിങ്ങളുടെ ആരോഗ്യം എന്നീ സമസ്ത മേഖലകളും ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹനിലകൾ നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലഗ്നത്തിൽ ഈ മാസം ശുക്രനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കുന്നതാണ്. നിങ്ങൾക്കൊരു പ്രത്യേകമായ മാഗ്നറ്റിക് പ്രസൻസ് ലഭിക്കുന്ന ഒരു മാസമാണ്. 3-ാം ഭാവത്തിൽ വ്യാഴമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ധൈര്യവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. 5-ാം ഭാവത്തിലാണെങ്കിൽ കേതുവാണ്. കേതു തീരുമാനങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കും ശ്രദ്ധ കുറവിനും കാരണമാകും. അതേപോലെ തന്നെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൽ ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ കണക്ഷനുകൾക്കും ഇത് സഹായിക്കുന്നതാണ്. എന്നാൽ ഇവിടെ രാഹുവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ വ്യാജമായ വാഗ്ദാനങ്ങളിൽ ചെന്നുപെടുവാൻ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ്. ഇത് നിങ്ങളൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 12-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അവ സൂര്യൻ, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ്. ഇതൊരു അതിശക്തമായ സംയോഗമാണ്. ഈ മാസത്തെ ഏറ്റവും ശക്തമായ ഒരു എനർജി ഇതാണ്. ഇത് നിങ്ങളുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും നിങ്ങളെ മാനസികമായും ശാരീരികമായും ഒരൽപ്പം ക്ഷീണിപ്പിക്കുകയും ചെയ്തേക്കാം. ഏപ്രിൽ 15-ന് നടക്കുന്ന വിഷു, അതായത് മേടസംക്രമം കടന്നു വരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഊർജ്ജമാറ്റമാണ് നടക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും സ്വീകാര്യതയും ലഭിക്കുന്നതാണ്. പുതിയ അവസരങ്ങളുടെ വാതിൽ നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. മേടം രാശിക്കാരുടെ തൊഴിൽ മേഖലയിൽ ഈ മാസം സംഭവിക്കുവാൻ പോകുന്നത് വളരെ വലിയൊരു ട്രാൻസിഷനാണ്. അതായത് ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് കടുത്ത പരീക്ഷണങ്ങളും അവസാനത്തെ 2 ആഴ്ച വലിയ നേട്ടങ്ങളും നൽകുന്ന ഒരു രീതിയിലാണ് ഗ്രഹങ്ങളുടെ സ്ഥാനം സൂചിപ്പിക്കുന്നത്. തൊഴിൽ രംഗത്ത് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്ന കൂടുതൽ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ 12-ാം ഭാവത്തിൽ സൂര്യൻ, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അതിശക്തമായ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാസത്തിന്റെ തുടക്കത്തിൽ ജോലിസ്ഥലത്ത് വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ ഒരു പ്രഷർ അനുഭവപ്പെടാം. എന്തിനാണ് എല്ലാ ജോലിയും എൻ്റെ തലയിൽ മാത്രം വരുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാണ്. ഓവർ ടൈം ജോലിയൊക്കെ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയോ ഒക്കെ ചെയ്തേക്കാം. എന്നാൽ നിങ്ങളൊന്ന് ഓർക്കേണ്ടത് ഇതൊരു വളർച്ചയുടെ ഫേസാണ്. നിങ്ങളുടെ ഈ കഠിനാധ്വാനം മേലധികാരികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനടുത്തൊരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതുമാണ്. വിഷുവിന് ശേഷം ജോലിസ്ഥലത്തെ അന്തരീക്ഷം പൂർണ്ണമായി മാറുന്നതാണ്. ലഗ്നത്തിലെ ശുക്രൻ നിങ്ങൾക്ക് വലിയൊരു ആകർഷണ ശക്തിയും പ്രസന്റേഷൻ സ്കില്ലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയൊരു സ്വീകാര്യത വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ശമ്പള വർധനവിനുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ ധൈര്യവും ആശയവിനിമയ ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നതിനാൽ ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏപ്രിൽ 15-ന് ശേഷം പുതിയ ജോലിക്കുള്ള മികച്ച ഓഫറുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായും അത് നിങ്ങൾ കൈവിട്ട് കളയരുത്. നിങ്ങളുടെ ഭാവിയെ കൈപിടിച്ചുയർത്തുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണേണ്ടതാണ്. 12-ാം ഭാവം എന്നത് വിദേശത്തെയും യാത്രകളെയും സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ വിദേശ കണക്ഷനുകൾ വളരെ ആക്റ്റീവാക്കുന്ന ഒരു ഭാവമാണ്. വിസ നടപടികൾ, അതുപോലെ വിദേശ ജോലിക്കുള്ള ഓഫറുകൾ, മറ്റ് രാജ്യങ്ങളിലേക്ക് മാറുവാനുള്ള മികച്ച അവസരങ്ങൾ എന്നിവയ്ക്ക് ഈ മാസം അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് 11-ാം ഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ബുധനും രാഹുവും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ ബിസിനസ് കണക്ഷനുകൾക്കും വലിയ രീതിയിൽ സഹായിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും വിദേശ ക്ലയന്റുകളെ കണ്ടെത്തുവാനും ഓൺലൈൻ വഴി ബിസിനസ് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യിക്കുവാനും ഈ ഒരു സമയം മികച്ചതാണ്.
അതായത് ഏപ്രിൽ 14 ശേഷമുള്ള സമയമാണ് ഉദ്ദേശിച്ചത്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും 11ാം ഭാവത്തിലെ രാഹു ചിലപ്പോൾ വ്യാജപരമായ വാഗ്ദാനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമായേക്കാം. അതിനാൽ പുതിയ പാർട്ണർഷിപ്പിലോ അല്ലെങ്കിൽ വലിയ ഡീലുകളോ ഒന്ന് നോക്കുമ്പോൾ രേഖകളൊക്കെ പലതവണ വായിച്ച് മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രമം വേണം. ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതുപോലെ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി തർക്കങ്ങൾക്ക് നിൽക്കാതെ സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അനാവശ്യമായ ഓഫീസ് പൊളിറ്റിക്സിൽ നിങ്ങൾ ഉൾപ്പെടാതിരിക്കുവാൻ സഹായിക്കും. ഇനി സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ മാസം വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. പണം ധാരാളമായി കൈകളിൽ വന്നു ചേരുകയും എന്നാൽ അതേ വേഗത്തിൽ തന്നെ എവിടെയൊക്കെയോ ചിലമായി പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണ് ഗ്രഹനിലകൾ കാണിക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ ഈ മാസം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കിയാൽ 11ാം ഭാവം, 12ാം ഭാവം എന്നിവ ഒരേ സമയം വളരെ ആക്റ്റീവ് ആകുന്ന ഒരു മാസമാണ്. ഇതിനർത്ഥം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അപ്രതീക്ഷിതമായ ചിലവുകളും വർദ്ധിക്കും എന്നതാണ്. ബുധനും രാഹുവും ഒന്നിച്ചു ചേരുന്നത് സാമ്പത്തികമായി വലിയൊരു വളർച്ചയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്രതീക്ഷിതമായ ചില വരുമാന സ്രോതസ്സുകളൊക്കെ മുന്നിൽ തുറന്നു കിട്ടും. മുൻകാലങ്ങളിൽ ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് ലാഭം, പുതിയ കണക്ഷനുകൾ വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ ഈ മാസം പ്രതീക്ഷിക്കാം. രാഹു 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല. ഈ മാസം പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ വലിയ ലാഭം ഉണ്ടാക്കുവാനുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത ഏറെയുള്ള ഒരു മാസമാണ്. ഓൺലൈൻ തട്ടിപ്പുകളും സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങളും അതുപോലെ സുരക്ഷിതമല്ലാത്ത ഊഹക്കച്ചവടങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കഴിവതും നിങ്ങൾ വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തും. മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നതിലും ഒരു നിയന്ത്രണമൊക്കെ വയ്ക്കുന്നത് ഈ മാസം നന്നായിരിക്കും. സൂര്യൻ, ശനി, ചൊവ്വ എന്നീ 3 ശക്തരായ ഗ്രഹങ്ങളുടെ സ്വാധീനം അപ്രതീക്ഷിതമായ വലിയ ചിലവുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾ, പെട്ടെന്നുള്ള യാത്രകൾ, വാഹനത്തിന്റെയോ വീടിന്റെയോ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് വേണ്ടി ഒരു തുക പെട്ടെന്ന് ചിലവാക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ലഗ്നത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാക്കുവാൻ നിങ്ങൾക്ക് തോന്നും. ഇതിന്റെ ഭാഗമായി വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അതുപോലെ ഈ ഗാഡ്ജറ്റുകൾ, മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കായി പണം ചിലവാക്കുവാൻ ഒരു ടെൻഡൻസി ഈ മാസം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. പാഴ്ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൃത്യമായ ബഡ്ജറ്റ് നടത്തിയില്ലെങ്കിൽ മാസത്തിന്റെ അവസാനം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം സാമ്പത്തികപരമായി വളരെ അനുകൂലമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. വ്യക്തിബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും ഈ ഏപ്രിൽ മാസം വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ലഗ്നത്തിലെ ശുക്രൻ നിങ്ങളെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാക്കുമ്പോൾ തന്നെ 5ാം ഭാവത്തിലെ കേതു പ്രണയകാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും നിങ്ങൾ സംസാരിക്കുന്ന രീതി കൂടുതൽ മൃദുവായി വരുന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കുവാനും അംഗീകാരം ലഭിക്കുവാനും യോഗമുള്ള ഒരു സമയമാണ്. വിവാഹിതരായ മേടം രാശിക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവരുടെ കരിയറിലോ അവർ ചെയ്യുന്ന കർമ്മ മേഖലയിലോ വലിയ പുരോഗതിയും വളർച്ചയും ഉണ്ടാകുന്ന ഒരു മാസമാണ്. അവരുടെ വിജയങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്ന മാനസിക പിന്തുണ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും. പ്രണയകാര്യങ്ങളെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിൽ കേതുവിന്റെ സ്ഥാനം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കുവാൻ ഇടയുള്ള ഒരു സമയമാണ്. പങ്കാളിക്ക് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തുടരണമോ എന്ന കാര്യത്തിലോ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. അനാവശ്യമായ സംശയങ്ങളൊക്കെ ഒഴിവാക്കി ബന്ധം കൂടുതൽ ശക്തമായി ദൃഢമായി കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. 12ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ കാരണം ഉറക്കക്കുറവ്, തലവേദന, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ, കാലുവേദന എന്നിവ ഈ മാസം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. മാനസിക സമ്മർദ്ദമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ആരോഗ്യപരമായി ഒരു കവചം തന്നെ നൽകുന്നുണ്ട്. കൃത്യമായ ഉറക്കം, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്ന ശീലമൊക്കെ പതിവാക്കുക. മെഡിറ്റേഷൻ ഇവയൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമായി കൊണ്ടുപോയാൽ ആരോഗ്യം ഈ മാസം വളരെ സേഫായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച്
പഠനത്തിൽ ഒരു ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. വിഷുവിന് ശേഷം പുതിയ കോഴ്സുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനും പുതിയ അഡ്മിഷനുകൾക്കും ഏപ്രിൽ 15 ശേഷം അനുകൂലമായ ഒരു സമയമാണ്. പഠന കാര്യങ്ങളിൽ കൃത്യമായ ഒരു ദിശ ഈ ഒരു സമയത്ത്, അതായത് ഏപ്രിൽ 15 ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. പൊതുവായി ഒന്ന് വിലയിരുത്തിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം നിങ്ങൾ കുറയ്ക്കേണ്ടുന്ന ഒരു മാസമാണ്. അപ്രതീക്ഷിതമായ യാത്രകളൊക്കെ നിങ്ങളെ തേടിയെത്തിയേക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചിലവുകളാണ്. പണം ചിലവാകുന്നത് പല വഴിക്കായിരിക്കും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാസം നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കും എന്നതാണ്. കാർത്തികയുടെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്ര ജാതർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരല്പം വൈകിയാണെങ്കിലും അംഗീകാരമൊക്കെ ലഭിക്കും. പൊതുവെ ഏപ്രിൽ 1 മുതൽ 13 വരെ മേടം രാശിക്കാർക്ക് അല്പം ക്ഷീണവും ഉറക്കക്കുറവും ചിലവുകളും വർദ്ധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഏപ്രിൽ 14 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ, അതായത് വിഷുവിനോടനുബന്ധിച്ച് ജീവിതത്തിൽ പുതിയൊരു ഊർജ്ജ മാറ്റം നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും പുതിയൊരു ദിശ ലഭിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ജോലിയിലും ബിസിനസ്സിലും പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഏപ്രിൽ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക വരവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ നടപ്പിലാകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ വൈകുന്നേരം നിങ്ങൾ ദർശനം ചെയ്യുകയും അവിടെ ദീപാരാധന കണ്ടു തൊഴുവുന്നതും, വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീ സൂക്തം വഴിപാട് കഴിക്കുന്നതും നല്ലതാണ്. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും പ്രത്യേകമായ പ്രാർത്ഥനകളിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസം നിങ്ങൾ ചെയ്യേണ്ടത് എടുത്തുചാടിയുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കുക, അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക, ബന്ധങ്ങളിൽ തുറന്ന ആശയവിനിമയം സൂക്ഷിക്കുക. ഇവ മൂന്നുമാണ് ഈ മാസം നിങ്ങളുടെ ഈ ഏപ്രിൽ മാസത്തെ വിജയമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ക്ഷമയോടെ ഈ മാസത്തെ നിങ്ങൾ നേരിട്ടാൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലങ്ങളായി മാറുന്നതാണ്. ഏപ്രിൽ 15 വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് ഊർജം മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും പുതിയൊരു ജീവൻ നൽകുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.